മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ചേലക്കരയിൽ വിഷു വിപണികളും സജീവമായിരിക്കുകയാണ്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി തുടങ്ങിയിട്ടുണ്ട്. വിഷു ആഘോഷത്തിനായി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മേടച്ചൂടിനൊപ്പം വിഷു വിപണിക്കും ചൂട് പിടിച്ചിരിക്കുകയാണ്. വിഷുക്കണി ഒരുക്കാൻ ചക്ക, മാങ്ങ തുടങ്ങിയ നാടൻ പഴങ്ങളും കണിവെള്ളരി ഉൾപ്പെടെയുള്ള പച്ചക്കറികളുമെല്ലാം വൻതോതിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും എത്തിയിട്ടുണ്ട്. പടക്ക വിപണിയിലും തിരക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളും ഓമനത്തം തുളുമ്പുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുമൊക്കെയായി തെരുവോരങ്ങളും വസ്ത്രവിപണിയും ദിവസങ്ങൾക്ക് മുൻപേ സജീവമായി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പൂക്കളും അലങ്കാര സാധനങ്ങളും മുതൽ കണിക്കിറ്റുകൾ വരെ വീടുകളിലേക്ക് എത്തുന്നുമുണ്ട്. വിഷുക്കണിയുടെ അവിഭാജ്യ ഘടകമായ കണിക്കൊന്നയ്ക്ക് ഇത്തവണ വിപണിയിൽ നല്ല ഡിമാൻഡാണുള്ളത്. വിഷുക്കണിയുടെ ഐശ്വര്യമായ കണിവെള്ളരികൾക്ക് കിലോഗ്രാമിന് 40 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. വെള്ളരിക്ക ഈ സമയത്ത് വിഷുവിന് ഏറ്റവും കൂടുതൽ വെള്ളരിക്ക, പിന്നെ മത്തങ്ങ, പിന്നെ ചേന, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, അങ്ങനെ ഐറ്റങ്ങളൊക്കെയാണ് കൂടുതൽ. പിന്നെ നാളികേരം, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുതലാണ്. വെള്ളരിക്ക ഇപ്പോൾ സാധാരണ ഇവിടെ ഒന്നും അധികം കൃഷിയില്ല. അതേ വാടാനപ്പള്ളി ആ ഭാഗത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇറങ്ങി വരുന്നത്. അത് ഈ സമയത്ത് നല്ല വിലയുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വിൽക്കുന്നത് 2.5 കിലോ 100 കിലോ 40 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്ത് നല്ല വില കിട്ടുന്ന സാധനമാണ്. വിശറി, വാൽക്കണ്ണാടി, ഉരുളി, കൃഷ്ണൻ, മഞ്ഞമുണ്ട്, മയിൽപ്പീലി, ഓടക്കുഴൽ എന്നിവ കൂടാതെ കുന്നിക്കുരു, മഞ്ചാടിക്കുരു എന്നിവയും കടകളിൽ ലഭ്യമാണ്. പടക്ക വിപണിയിലേക്ക് ശിവകാശി പടക്കങ്ങൾ തിരിച്ചെത്തിയെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വിഷുവിന്. ചൈനീസ് പടക്കങ്ങളും സജീവമാണ്. കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ മൊത്തമായും ചില്ലറയായും വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. പരമ്പരാഗത രീതികളും ആധുനികതയും ചേർത്ത് ഇത്തവണത്തെ വിഷു ആഘോഷം കൂടുതൽ വർണ്ണാഭമാക്കാനുള്ള തിരക്കിലാണ് ചേലക്കരയിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികൾ. എല്ലാ ഐറ്റംസും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സെയിൽ ഇന്നു മുതലാണ് ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ജനങ്ങളെ ചെറിയൊരു തിരക്ക് കാണാനുണ്ട്. വിഷു വിപണിയിൽ കാര്യമായിട്ട് കൃഷ്ണവിഗ്രഹം, വാൽക്കണ്ണാടി, തിരുതാത, അതുപോലെ തന്നെ കൊന്നപ്പൂവ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ പോണതാണ് എല്ലാ വർഷവും. പക്ഷേ ഇത്തവണ ഈ കൃഷ്ണവിഗ്രഹം അതുപോലെ സാധനങ്ങളൊക്കെ ധാരാളം നമ്മൾ സ്റ്റോക്ക് ഇറക്കി. പക്ഷേ ആ ഒരു പഴയ കാലത്തെ പോലുള്ള ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ സെയിലിൽ കാണിക്കുന്നില്ല. മൊത്തത്തിൽ ഈ നമ്മുടെ ഗൾഫ് യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെയും ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ വിപണിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. അപ്പൊ ഈ പ്രാവശ്യം വിഷു അടിപൊളിയല്ലേ?